വെൽക്കം ബാക്ക്. നമ്മൾ കളിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റിൽ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. മൈൻക്രാഫ്റ്റിലെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസിൽ ആദ്യം തന്നെ ഞാൻ കയറിയപ്പോൾ ഒരു സോംബി എന്നെ പുറയുന്ന ഇതുപോലെ ഇരുട്ടടി അടിച്ചു കൊന്നു. ലാഗ് ഉണ്ട്, നമ്മുടെ സ്വന്തം മൈൻക്രാഫ്റ്റ് ലാഗ് ഉണ്ട് കേസ്. തിരിച്ച് 12 ലാഗ്. നല്ല ലാഗുണ്ട്, നല്ല ലാഗില്ല, അത്യാവശ്യം ലാഗുണ്ട്. നമുക്ക് ഇവിടുന്നേലും ഈ കിടക്കണ ബെർച്ചിലോട് നമുക്കങ്ങ് പൊട്ടിക്കാം. ലീവ് എൻ്റെ കയ്യിൽ വന്നതിന് എനിക്ക് ഈ ലീവ്സ് കയ്യിൽ വരുന്ന ഇഷ്ടമല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ വീട്ടിലാണ്. ഞാൻ ഈ ഡെർട്ട് മൈൻ ചെയ്തത് നിൽക്കുന്ന എന്തിനാ, ഈ വുഡ് പൊളിക്കണം. ആ മഷ്റൂം എനിക്ക് കിട്ടും. മഷ്റൂം പൊട്ടിപ്പോയി. കിട്ടിയോ? മഷ്റൂം പൊട്ടിപ്പോയി തോന്നണേ. ഇല്ല കേസ്, മഷ്റൂം കിട്ടിയിട്ടോ. മഷ്റൂം കിട്ടുകയൊക്കെ ചെയ്തു. പക്ഷേ ഇനി ഈ വാളും പരിചയമൊക്കെ ഉണ്ടാക്കണം. അതിന് ഈ സാധനം വെട്ടി കീറി മാളിനാക്കി പ്ലാങ്കാക്കി ആണ്. ഇത് പ്ലാങ്കാക്കിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. ഇനി വാളും പരിചയമൊക്കെ 2 എണ്ണം വെച്ച് ഉണ്ടാക്കണം. അല്ലെങ്കിൽ അവന്മാർ വന്ന് അറിഞ്ഞു വിടും. അവന്മാർ വന്ന് അറിഞ്ഞ് വിടും കേസ്. എന്നുവെച്ചാൽ അവന്മാർ നമ്മളെ തല്ലിക്കൊന്ന് വിടും, അറിഞ്ഞു വിടും അവന്മാർ. ഈ സാധനം ഉണ്ടാക്കിയിട്ട് വേണം അവന്മാരെ പോയിട്ട് നമുക്ക് അറിയാൻ. ഇതുപോലത്തെ സോംബി, സ്കെൽട്ടൺ, ക്രീപ്പർ ഇതൊക്കെ ഭയങ്കര നാശനഷ്ടം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് സോംബി ക്രീപ്പർ. ഇവിടെ നിങ്ങളുണ്ട്. ഇവനിപ്പോൾ നമ്മൾ ഇങ്ങനെ തല്ലിക്കൊല്ലും. ഈ 2 ആൾ പറ്റില്ല, ഇത് കള്ളക്കളി കുഴപ്പമില്ല കേസ്. 2 ആൾ പറ്റിയാലും നമ്മൾ കൊല്ലും. അതാണ്, ഞാൻ പ്രോയാണ്. 2 സോംബി വന്നാലും എനിക്കൊരു ഉത്തരിയല്ല. 2 സോംബി വന്നാലും എനിക്ക് ഒന്നുമില്ല, ഞാൻ കൊല്ലും. പിന്നല്ല, എനിക്ക് റോട്ടൺ ഫ്ലഷ് കഴിക്കേണ്ട അവസ്ഥയായി. ഞാൻ ഇതുവരെ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് ഞാൻ ഇതുവരെ റോട്ടൺ ഫ്ലഷ് കഴിച്ചിട്ടില്ല. കണ്ടോ? അയ്യോ, ഒരു അയൺ ഷവല് വെച്ചിട്ടുള്ള ഒരു സോംബി എന്നെ തല്ലിക്കൊന്നു. സോംബി സൂപ്പറാണ് ഗെയ്സ്. സോംബി സൂപ്പറാണ്. നമുക്ക് ഇവിടുന്ന് ഈ വുഡ്, ഈ ലോഗ് വെട്ടിയിട്ട് വാളും പരിചയമൊക്കെ ഉണ്ടാക്കണം. പെട്ടെന്ന് വെട്ട്. ഈ സാധനമൊക്കെ ഇനി വെട്ടണം. ഇതൊക്കെ വെട്ടാൻ ഇനി നമുക്ക് ഈ ലോഗൊക്കെ വെട്ടിയിട്ട് വാളും പരിചയമൊക്കെ ഉണ്ടാക്കണം. മുകളിലേക്ക് നോക്കി ലോഗ് വെട്ടുന്നു. നമ്മളങ്ങനെ ലോഗ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോഗ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോയിൽ കുറേ വട്ടം ചത്തിട്ടുണ്ട്. ഇനിയും ചാവുമോയെന്നറിയില്ല, ഇനിയും ചാവും. എനിക്ക് ഒരു സംഭവമുണ്ട്. രാവിലെ ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഡെർട്ട് മൊത്തം പില്ലർ ചെയ്യണം. ഡെർട്ട് കൊണ്ട് പില്ലർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ചാവണം. എനിക്ക് എന്തായാലും ഫുഡില്ല. അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം. സോംബി 2 സോംബി വരുന്നുണ്ട്. പൊട്ടിച്ചുകൊണ്ടോട് 2 സോംബി വരുന്നുണ്ട്. അടുത്തെത്തി. ക്രാഫ്റ്റിൻ്റെ വെട്ടി നമുക്ക് ഓടിപ്പോയി ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഈ സാധനം വെച്ച് ഉണ്ടാക്കണം. നമ്മുടെ കയ്യിൽ വാളും പരിചയമൊന്നുമില്ല. വാളും പരിചയമൊക്കെ ഉണ്ടാക്കണം. വാളും പരിചയമൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. ഇവിടെ അവന്മാരില്ലല്ലോ, നമുക്ക് ഇവിടെ വെച്ച് കൊല്ലാം. ഇവിടെ വെച്ച് കൊല്ലാം. അല്ല, കൊല്ലുകയല്ല, ഉണ്ടാക്കണം. വാളും പരിചയമൊക്കെ ഉണ്ടാക്കണം. അയ്യോ, ഇന്ന് ഞാനിനി ശരിയാക്കും. പിക്കാക്സ് വെച്ചാൽ ഫൈറ്റ് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല, ഇവനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ഈ സോംബിയൊന്നും നമുക്കൊരു പുത്തരിയല്ല. നമ്മളൊക്കെ സോംബീനെയൊക്കെ എത്ര കണ്ടേക്കുന്നു. അയ്യോ, എന്താ സംഭവിച്ചേ? എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ? ക്രീപ്പർ പൊട്ടിയതാണ്. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ?
പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ പോയി. തൽക്കാലം ഇതൊക്കെ മതി. ഒരാക്സ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ബാക്കി 2 പിക്കാക്സ് കൊണ്ട് അമ്മരെ തല്ലി വെട്ടി നോക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് രാവിലെ ആകുമ്പോൾ പില്ലർ ചെയ്യാൻ കുറച്ച് ഡർട്ട് കിട്ടിയിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ മുകളിൽ പില്ലർ ചെയ്തിട്ട് ഈ പില്ലർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് മുകളിലേക്ക് ഈ ഡർട്ട് വെച്ച് എനിക്ക് പില്ലർ ചെയ്ത് തന്നാൽ പോരെ, അല്ലെങ്കിൽ അടിയിലൊരു കുഴി വെച്ച് തന്നാൽ പോരെ. അതൊക്കെ ബീരുക്കളാണ് കേസ് ചെയ്യുക. ഞാനൊന്നും അങ്ങനെയല്ല. രാവിലെ ആവാറായിട്ടുണ്ട്. ഇപ്പം മുകളിലെത്തിയിട്ട് സമയം പറയുന്നതായിരിക്കും. ഏകദേശം ഒരു വെളുപ്പിനൊരു 6 മണി ആയിട്ടുണ്ടാവും. വെട്ടം വന്ന് തുടങ്ങി. വെളുപ്പിന് ഒരു 6 മണിയായിട്ടുണ്ടാവും. ചെറുതായിട്ട് വെട്ടം വന്ന് തുടങ്ങി. നമുക്ക് ഈ സാധനത്തിൻ്റെ മുകളിൽ നിന്ന് മുകളിലോട്ട് പില്ലർ ചെയ്യാം കേട്ടോ. ഡെർക്ക് വെച്ച് മുകളിലോട്ട് പില്ലർ ചെയ്യുന്നു. ഇനി നമുക്കിവിടെ അടുത്തുള്ള പ്ലെയിൻസ് കണ്ടുപിടിക്കണം. പ്ലെയിൻസ് ഒന്നും കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടി നിലത്തോട്ട് വീഴും, ചാവും. ഇവിടെ പ്ലെയിൻസ് ഇത് കാണാനില്ലല്ലോ. ഇവിടെ പ്ലെയിൻസ് ഒന്നും കാണാനില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഒറ്റ ചാടാം. 3, 2, 1 ചാടണം. 3, 2, 1 ചാടി. നല്ല ചാടി. അങ്ങനെ നൈസായിട്ട് നമ്മൾ ഡെഡ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള പ്ലെയിൻസ് വല്ലതും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഒരു ബയോം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. നല്ല ബയമി ഫോറസ്റ്റ് ബയോം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ബയോമാണ്. സവാന ബയോം കിട്ടിയാലും ഈ ഫോറസ്റ്റ് ബയോം കിട്ടല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫോറസ്റ്റ് ബയം അത്ര വൃത്തിയുടെ ബയമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഫോറസ്റ്റ് ബയോം ഒരു പൊട്ട ബയോമാണ്. കുറച്ച് ബയം ഒരു പൊട്ട ബയം കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ഈ റിവറിൻ്റെ അടിയിൽ കൂടെ നടന്ന് പോകണം. നമുക്ക് കുറച്ച് ദൂരം നീന്തി പോയി റിവറിൻ്റെ ഇനി നടന്ന് പൊങ്ങി പോകണം. അപ്പുറത്തൊരു ഡെസേർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഡെസേർട്ടല്ല, അത് പ്ലെയിൻസ് ആണോ? അത് പ്ലെയിൻസ് ആണ്. അപ്പോൾ ഇനി പ്ലെയിൻസിലായിരിക്കും നമ്മുടെ കളികൾ. പ്ലെയിൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബയോമാണ് പ്ലെയിൻസ്. നല്ലൊരു ബയോമും കൂടെയാണ് പ്ലെയിൻസ്. എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു ബയോമാണ് പ്ലെയിൻസ്. എനിക്ക് പ്ലെയിൻസ് നല്ല ബയോമാണ്. നോക്കി വുഡ് മരം കുറച്ചങ്ങ് വെട്ടാം. എന്നിട്ട് വാളും വരിയൊക്കെ ഉണ്ടാക്കണം. ഇനി ഈ വാളും വരിയൊക്കെ ഉണ്ടാക്കുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും. ഇപ്പം നമുക്ക് ഈ മരം വെട്ടിയിട്ടിട്ട് അടുത്ത വീഡിയോയിലായിരിക്കും വാളും വരിയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോയിൽ വാളും വരിയൊന്നും ഉണ്ടാകത്തില്ല. മരം വെട്ടിയിടാം. നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് മുമ്പോട്ടൊന്ന് പോയി നോക്കാം. കുറച്ചൊക്കെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കുറേ ദൂരത്തോട്ട് പ്ലെയിൻസ് ആണെന്ന് തോന്നുന്നു. കുറേ ദൂരത്തോട്ട് പ്ലെയിൻസ് തന്നെയാണ് ഗൈസ്. നമുക്ക് ഇനി എനിക്കിഷ്ടമുള്ളൊരു ബയോമാണ് പ്ലെയിൻസ്. നല്ല ബയോമാണ് പ്ലെയിൻസ്. ഇത് എത്ര വട്ടമാണ് പറയുന്നതെന്ന് വെച്ചാൽ മിക്കവാറും 3ാമത്തെ വട്ടമായിരിക്കും പറഞ്ഞത്. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബയോമാണ് പ്ലെയിൻസ്. നല്ലൊരു ബയോമാണ് പ്ലെയിൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, പ്ലീസ്.